ഈ വനിതാ ദിനത്തിൽ എൻ്റെ അനുജത്തിമാർക്ക്, എൻ്റെ പെൺമക്കൾക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസ. പ്രിയപ്പെട്ട മറ്റുള്ള കുമാരി, കുടുംബശ്രീയുടെ ചുമതല വത്സല ഏറ്റെടുക്കുന്നതെന്ന് കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞ പ്രതീക്ഷകളാണ് എനിക്കുണ്ടായത്. ഏറെ വർഷങ്ങളായി ഞങ്ങളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സ്ത്രീകൾക്ക് മാതൃകയായി ഞാൻ തലോടും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ എന്ന് പറയാൻ പാടില്ല, എല്ലാ വിധത്തിലും മനുഷ്യത്വം നിറഞ്ഞ ഒരു അനുജത്തിയാണ് വത്സല. വത്സലയുടെ സാമർഥ്യത്തെ, ബുദ്ധിയെ, മനുഷ്യത്വത്തെ, സ്നേഹത്തെ, വായനയെ, അറിവിനെ ഒക്കെ ഏറെക്കാലമായി മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന, അഭിനന്ദിക്കുന്ന ഒരാളെന്ന നിലയിൽ കുടുംബശ്രീയെ നയിക്കാൻ കിട്ടിയിരിക്കുന്ന ഈ അവസരം വളരെയധികം ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വത്സലയ്ക്ക് എൻ്റെ നിറഞ്ഞ ആശംസകൾ. ഇവിടെ വനിതാ ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് വലിയ ഉപദേശങ്ങളൊന്നും നൽകാനില്ല. ഒറ്റ വാക്ക് മാത്രമേ ഞാൻ എപ്പോഴും സ്ത്രീകളോട് പറയാറുള്ളൂ: അഭിമാനിനികളാവുക, അഭിമാനിനിയാവുക. നീ ഒരു പെണ്ണാണ് എന്നുള്ളതിൽ അഭിമാനമുണ്ടായിരിക്കട്ടെ. ആ ഒരു വാക്കിലെല്ലാം ഒതുങ്ങും. ആരുടെ മുമ്പിലും നമ്മൾ തലവെണിക്കേണ്ടതില്ല. നമ്മൾ രണ്ടാം കിടക്കാരല്ല, കൊള്ളരുതാത്തവരല്ല, ആരുടെയും ചവിട്ട് കൊള്ളേണ്ടവരല്ല, ആരുടെ അവഹേളന കേൾക്കേണ്ടവരല്ല, ആരാലും ആക്രമിക്കപ്പെടേണ്ടവരോ ആരുടെയെങ്കിലും കാരുണ്യത്തിൽ ജീവിക്കേണ്ടവരോ അല്ല. വേല ചെയ്ത് ജീവിക്കാൻ കഴിവുള്ളവളാണ്. നമുക്ക് എന്തൊക്കെയാണ് അറിയാവുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിരുന്നാൽ പോരെ, ഞാൻ ചോദിക്കുന്നതിന് ഒരു പ്രതികരണം കൂടെ വേണമെന്ന് ഞാൻ ആശിക്കുന്നു. നമുക്ക് എന്തൊക്കെ അറിയാം എന്നൊന്ന് ആലോചിക്കുക. ഞാനിവിടെ ഇരിക്കുന്ന വളരെ വിദ്യാസമ്പന്നകളായ നേതാക്കളോടൊന്നും അല്ല പറയുന്നത്. ഞാൻ കുടുംബശ്രീയിലെ എൻ്റെ അനുജത്തിമാരോട് സംസാരിക്കുകയാണ്. അവരുടെ ഭാഷയിൽ കഴിയുന്ന ലളിതമായി ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്. നമുക്ക് എന്തൊക്കെ അറിയാം? നമുക്ക് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് കഷ്ടപ്പെട്ട് ഗർഭം ധരിച്ച് ആ അത്രയും 10 മാസം ചുമന്നുകൊണ്ട് നടന്ന് വേദന സഹിച്ച് പ്രസവിക്കാൻ അറിയാം. നമുക്ക് ആ കുഞ്ഞിനെ ഉറക്കളച്ച് നമ്മുടെ മുലപ്പാൽ ഇവയുടെ രക്തത്തെ തന്നെ മുലപ്പാലാക്കി മാറ്റി ഊറ്റിക്കൊടുത്ത് രാവും പകലും കണ്ണിൽ എണ്ണ ഒഴിക്കുന്ന പോലെ അങ്ങനെ നോക്കി വളർത്തിയെടുക്കാൻ അറിയാം. സത്യമല്ലേ ഞാൻ പറയുന്നത്? ഒരു ഉത്തരം കേൾക്കട്ടെ. നമുക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ അറിയാം, കുഞ്ഞുങ്ങളെ വളർത്താൻ അറിയാം, അതിന്റെ ഭാരം ചുമക്കാൻ അറിയാം, ആ വേദന, ആ അല്ലൽ എന്തെന്ന് നമുക്കറിയാം. അത് മറ്റൊന്നവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. മറ്റൊന്ന്, നമുക്ക് വേല ചെയ്യാനറിയാം. അടുക്കള വേലയെന്ന് പരിഹസിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നുണ്ടല്ലോ, അത് അന്നമുണ്ടാക്കി ആഹാരം വയറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ പാചകം ചെയ്യണം. അന്നം പാകം ചെയ്യാനും കറി വയ്ക്കാനും എല്ലാവരും ഊട്ടാനും നമുക്കറിയാം. അറിഞ്ഞൂടെ? അറിയാം. നമുക്ക് വീട് വൃത്തിയാക്കി വയ്ക്കാൻ അറിയാം, വസ്ത്രങ്ങൾ നനയ്ക്കാൻ അറിയാം. ഇതിനൊക്കെ അപ്പുറം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ അറിയാം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അറിയാം, അവരുടെ രക്ഷ, അവർക്ക് എന്താകത്തുണ്ടാകുന്നു എന്നുള്ളത് ഇങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ അറിയാം. നമ്മുടെ പുരുഷന്മാരുടെ എല്ലാ രുചികളും അഭിരുചികളും അവരുടെ ദൗർബല്യങ്ങളും എല്ലാം അറിഞ്ഞ് അവരുടെ കാര്യങ്ങൾ നോക്കാൻ അറിയാം, സ്നേഹിക്കാൻ അറിയാം. എല്ലാത്തിനുപരിയായി നമുക്ക് സ്നേഹിക്കാൻ അറിയാം. അറിഞ്ഞുകൂടെ? നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്?
ഉറക്കെ പറയൂ, നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്? സ്നേഹം. എന്താണ് നമ്മുടെ ശക്തി? സ്നേഹം. ആ സ്നേഹമാണ് നമ്മുടെ ദൗർബല്യമായി എല്ലാവരും വ്യാഖ്യാനിക്കുന്നത്. നമ്മളെ കൊണ്ട് കൊള്ളരുതാതാക്കുന്നത് ആ സ്നേഹമാണെന്ന് എല്ലാവരും കരുതുന്നു. നമ്മൾ ക്ഷമിക്കുന്നത്, നമ്മൾ തലകുനിച്ചു കൊടുക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ പൊറുക്കുന്നത്, മറക്കുന്നതൊക്കെ നമ്മുടെ കൊള്ളരുതായ്മ. അതുകൊണ്ട് നമുക്കൊരുത്ത കുറവേ ഉള്ളൂ. ശാരീരികമായി പുരുഷനോടൊപ്പമല്ല, ശരീരത്തിന് കുറച്ച് ബലക്കുറവ്, അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ കൂടുതൽ അയവോടെയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ചുമന്ന് പ്രസവിച്ച് വളർത്തേണ്ടതാണ്. മുറുക്കമുള്ളതല്ല, അയഞ്ഞതാണ് ശരീരം, അയവുള്ളതാണ്, മൃദുലമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഫ്ലെക്സിബിൾ എന്ന് പറയുന്നതിൽ വളരെയധികം കൂടുതൽ ശക്തവുമാണ്. അത് മനസ്സിലാക്കണം. ഒരിഞ്ച് തല കുനിച്ചു കൊടുക്കേണ്ട, ഒരിഞ്ച് വിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുത്തരുടെയും ചീത്തവാക്കുകൾ കേൾക്കേണ്ട ആവശ്യമില്ല, തല കുനിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മദ്യപിച്ചിട്ട് വീട്ടിൽ നിന്ന് അനാവശ്യം പറഞ്ഞാൽ കണ്ണുനീര് ഒഴുക്കിക്കൊണ്ട് അയാളുടെ ചവിട്ടും അടിയും കൊണ്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. കുടുംബശ്രീയിലെ പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ള ഇതാണ്: നിങ്ങൾ വേല ചെയ്ത് വീട്ടിൽ നിങ്ങളുടേതായ ഒരു വലിയ തുക വീട്ടിലെത്തിക്കുന്നു. അത് കള്ളഷാപ്പിൽ പോയില്ല. അത് ബീവറേജസ് കോർപ്പറേഷന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ക്യൂ നിന്ന് അങ്ങനെ ചെലവാക്കാനുള്ളതല്ല. നിങ്ങൾ റേഷൻ വാങ്ങിക്കും, നിങ്ങൾ പച്ചക്കറി വാങ്ങിക്കും, മീൻ വാങ്ങിക്കും, കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഉടുപ്പ് വാങ്ങിക്കും, വീട്ടിന് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കും. അതൊക്കെ നിങ്ങളുടെ കൈകൊണ്ടുകൾ ചെയ്യുന്നു. അതിന് നിങ്ങൾക്ക് അഭിമാനമുണ്ട്. ആരും നിങ്ങളെ അതിൽ കൊച്ചാക്കാൻ സാധിക്കില്ല. നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് വേല ചെയ്ത് ജീവിക്കുന്നവരാണ്. വിദ്യാഭ്യാസം കാരണമാണോ ഇല്ല എന്നുള്ളതൊന്നുമല്ല. ആരോഗ്യമുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് വേല ചെയ്ത് ജീവിക്കാൻ കഴിയും. ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ. ഞങ്ങളുടെയൊക്കെ അഭിമാനമാണ് കുടുംബശ്രീ. സ്ത്രീകളുടേതായ ഈ വിധത്തിലുള്ള ഒരു വലിയ പ്രസ്ഥാനം ഇനിയും ചില കാര്യങ്ങൾ കൂടി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. വത്സല പറഞ്ഞു, സ്വയം പ്രതിരോധത്തിന്, സ്വരക്ഷയ്ക്ക് വേണ്ട പരിശീലനം നേടുക. നല്ല കാര്യം. ഏതാണ്ട് ഒരു 10, 18, 16, 17 വർഷത്തോളമായും തോന്നുന്നു അഭയ എന്നുള്ള ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ പെൺകുട്ടികളെ അന്ന് മുതൽ കരാട്ടെ പഠിപ്പിക്കുകയാണ്. കരാട്ടെ കമ്പൽസറിയാണ്. എല്ലാ പെൺകുട്ടികളും കരാട്ടെ പഠിക്കുന്നു. ഈ 10, 18 വർഷത്തിൽ 100 കണക്കിന് പെൺകുട്ടികൾ അവിടുന്ന് കരാട്ടെ പഠിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞു. അവരെ അങ്ങനെ എളുപ്പത്തിൽ ആർക്കും പിടിച്ചുകൊണ്ടുപോകാനോ അവമാനിക്കാനോ ഒന്നും പറ്റില്ല. അവർക്ക് ധൈര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. എത്ര പേര് അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും 100 കണക്കിന് പെൺകുട്ടികളെ സർക്കാരോ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സംഘടനയോ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ 18 വർഷമായി കരാട്ടെ പഠിപ്പിക്കുന്നവരാണ് ഞങ്ങൾ എന്ന അഭിമാനത്തോടെ ഞാൻ പറയുന്നു. മറ്റൊന്ന്, ഈ സ്വയരക്ഷയ്ക്കുള്ള ശാരീരികമായ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തിരിഞ്ഞു നിൽക്കാനുള്ള ഒരു തന്റേടം അതുണ്ടാക്കണം നിങ്ങൾ. ഇപ്പോ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആക്രമണത്തിൽ നമ്മൾ തളർന്നു പോകുന്നു, ഭയന്നു പോകുന്നു. ധൈര്യം ഉണ്ടാക്കുക, ശാരീരികമായ ശക്തി ഉണ്ടാക്കുക, മാനസികമായ ശക്തി ഉണ്ടാക്കുക, അടിച്ചവന്റെ കൈ പിടിച്ചു നിർത്താനുള്ള ധൈര്യം ഉണ്ടാക്കുക. ഡൽഹി പെൺകുട്ടിയുടെ രക്തം വീണ ആ ഒരു മണ്ണിൽ നിന്ന് ഇന്ത്യയിൽ മുഴുവനും ഒരു ചലനം ഉണ്ടായെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ അമൃത എന്നുള്ള കൊച്ചുകുട്ടി അവൾ തിരിഞ്ഞു നിന്ന് അക്രമയുടെ കുറ്റത്തിനെന്ത് കൊടുത്തപ്പോൾ ഉണ്ടായ നമുക്കുണ്ടായ ഒരു അഭിമാനം. ആ ഒരു അഭിമാനത്തിൽ നിന്ന് കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും ഈ പ്രതിരോധ അടവുകൾ പഠിക്കാനുള്ള ഒരു വലിയ ഒരു പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമൃത ആ ഒരു ആക്രമണത്തിനും അവമാനത്തിനും ഇരയായത് അതുകൊണ്ടാണ്. അത് നമുക്കൊരു പാഠമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങളൊക്കെ 18 വർഷം ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം അമൃത ഈ തിരിച്ചു കൊടുത്ത അടിയിൽ നിന്ന് കേരളം പഠിച്ചിരിക്കുന്നു. അതുണ്ടാകട്ടെ എന്ന് അത് കൂടുതൽ
പ്രചരിക്കട്ടെ എന്നും എല്ലാ സ്കൂളുകളിലും ഈ വിധത്തിലുള്ള കരുത്തുള്ള പെൺകുട്ടികൾ ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. അവർക്ക് എന്റെ മനസ്സ് നിറഞ്ഞ അഭിനന്ദനങ്ങൾ. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, എന്താണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ? ആരാണ്? നിങ്ങൾ കുടുംബശ്രീയിലെ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിൽ സമാധാനം തരാത്ത മദ്യമാണ്. കേരളം മുഴുവൻ മദ്യത്തിൽ കുതിരുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ 12-13 വയസ്സായ ആൺകുട്ടികൾ മദ്യപിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് വീട്ടിൽ കൊണ്ടെത്തിക്കുന്ന ആ പണം പോലും നിങ്ങളുടെ മക്കൾ മദ്യപാനത്തിനായി ഉപയോഗിച്ചു തുടങ്ങിയാൽ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോകും. അതിനെതിരായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മദ്യത്തിന്റെ സർവാധിപത്യത്തിനെതിരായി പെണ്ണുങ്ങൾ ഈ വിധത്തിലും കണ്ണുനീരിൽ നിൽക്കുന്ന, അവമാനത്തിൽ നിൽക്കുന്ന മദ്യത്തിനെതിരായി കുടുംബശ്രീയിൽ നിന്ന് വലിയ ഒരു സമരത്തിന്റെ അതിശക്തമായ ഒരു തിരിച്ചടിയുടെ വലിയ തിരമാലകൾ ഉയർന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 37 ലക്ഷം പെണ്ണുങ്ങൾ തിരിഞ്ഞു നിന്നാൽ കേരളത്തിലെ മദ്യപാനം ഏതാണ്ട് തുടച്ചു മാറ്റാൻ നമുക്ക് കഴിയും. പക്ഷെ 37 ലക്ഷം പെണ്ണുങ്ങൾ ഒന്നിച്ച് നിൽക്കണം. അതിന് നേതൃത്വം കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട വത്സലയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ആയുസ്സറാതെ മരിക്കാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ ശാന്തി ഉണ്ടാകാൻ, നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുന്ന പണം മുഴുവനും രാജ്യത്തെ വൻകിട മദ്യ മുതലാളിമാർ കൊണ്ടുപോകാതിരിക്കുക, വാഹനാപകടങ്ങളിൽപ്പെട്ട് ജീവിതങ്ങൾ ചിതറിത്തെറിക്കാതിരിക്കുക, നമ്മുടെ പെൺകുട്ടികൾ മാനം കെടുത്തപ്പെടാതിരിക്കുവാൻ, മദ്യപിച്ച് ബോധമില്ലാതെ വന്ന് എന്റെ ഭാര്യയും മകളെ എനിക്ക് തിരിച്ചറിഞ്ഞുകൂടാ എന്ന് നാവ് കതഞ്ഞ് പറയുന്ന നരാധന്മാരുടെ എണ്ണം ഇവിടെ ഈ നാട്ടിൽ ഉണ്ടാകാതിരിക്കാൻ, ഇതിനൊക്കെ കുടുംബശ്രീയിലെ ലക്ഷക്കണക്കിന് പെണ്ണുങ്ങൾ മുൻപോട്ട് വരണം. എന്റെ ഒരു പ്രാർത്ഥന അതാണ്. ഈ വനിതാ ദിനത്തിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്നായി ഈ മദ്യത്തിനെതിരായ സമരത്തെ സ്വീകരിക്കും എന്ന് ആശിക്കുന്നു, അതിനുവേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടി പറയാനുണ്ട്. നമ്മൾ വേല ചെയ്യുന്നു. നമുക്ക് ഒരു പിടി അന്നം വേണമെങ്കിൽ അന്യനാട്ടിൽ നിന്ന് വരണം. ഇത്തിരി പച്ചക്കറി വേണമെങ്കിൽ അന്യനാട്ടിൽ നിന്ന് വരണം. കുടുംബശ്രീ പല ജില്ലകളിലും വലിയ തോതിൽ കൃഷി ആരംഭിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് കുറെ കൂടെ ഉത്തേജിപ്പിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ പരിപാടികളൊന്നായി മാറ്റി കേരളത്തിനെ കുറെയെങ്കിലും പച്ചക്കറിയിലും നെല്ലിലും മറ്റെന്തൊക്കെയാണ് പശുക്കളെ വളർത്തി പാല് കിട്ടുന്നതിലും ഒക്കെ ഒരുവിധമെങ്കിലും സ്വയം പര്യാപ്തമാക്കാനും ഈ 10-30 ലക്ഷം സ്ത്രീകളെങ്കിലും ശ്രമിച്ചാൽ നമുക്ക് സാധിക്കുകയെന്ന് ചെയ്യും. നിങ്ങളെന്നറിയണം, കുടിവെള്ളം അത്യപകടകരമായ നിലയിൽ കാണുകഴിഞ്ഞിരിക്കുന്നു. നമുക്ക് വെള്ളമില്ലാതെ ആകാൻ പോകുന്നു. മഴ പെയ്താലും കേരളത്തിൽ വെള്ളമില്ലാത്ത അവസ്ഥ വരുന്നു. എല്ലാ വയലുകളും നികത്തപ്പെടുന്നു, എല്ലാ തണ്ണീർത്തടങ്ങളും നികത്തപ്പെടുന്നു, എല്ലാ കുന്നുകളും ഇടിക്കപ്പെടുന്നു. എല്ലാം സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി തീരെഴുതി വിറ്റുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. സർക്കാരിനെതിരായി ഈ വിധത്തിലൊരു യോഗത്തിൽ പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. നിങ്ങൾ അറിയണം, സർക്കാർ ഉദ്യോഗസ്ഥരിരിക്കുന്ന സദസ്സാണെന്നും അറിയാം. എങ്കിലും പറയുകയാണ്, കുടിവെള്ളം വിറ്റുകൊണ്ടിരിക്കുന്ന ഈ സർക്കാർ, അതിനെപ്പറ്റി ചിന്തിക്കാത്ത രാഷ്ട്രീയ കക്ഷികൾ, ഇവർക്കെല്ലാം എതിരായി ഒരു ശബ്ദമുയരേണ്ടത് പെണ്ണിന്റെ ശബ്ദമാണ്. പ്രകൃതിയും സ്ത്രീയും ഒന്നാണ്. ഈ മണ്ണും പെണ്ണും ഒന്നാണ്. ഈ രണ്ട് കുട്ടികളെയാണ് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെയും പെണ്ണിനെയും മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുതെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. പ്രകൃതിയെ നശിപ്പിക്കരുത്, പെണ്ണിനെ നശിപ്പിക്കരുത്, പെണ്ണിനെ മാനം കെടുത്തരുത്, പ്രകൃതിയെ നശിപ്പിക്കരുത്. നമ്മുടെ പച്ചപ്പ് നമുക്കിവിടെ ഉണ്ടായിരിക്കണം, നമ്മുടെ വയലുകളിവിടെ ഉണ്ടായിരിക്കണം, നമ്മുടെ പുഴകളിവിടെ വേണം, നമ്മുടെ കുളങ്ങളിവിടെ ഉണ്ടായിരിക്കണം. നമുക്ക് സമാധാനമായിട്ട് കുടിക്കാൻ വെള്ളം ഈ നാട്ടിലുണ്ടായിരിക്കണം. മദ്യം ഉണ്ടായാൽ പോരാ. സമൃദ്ധമായി ഇവിടെ ഉള്ളത് മദ്യം മാത്രമാണ്.
എതിർക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. തെറ്റുകളെ എതിർക്കുക, അധർമ്മത്തെ എതിർക്കുക, കൊന്നുകൂടായ്മയെ എതിർക്കുക, അക്രമത്തെ എതിർക്കുക. നല്ലതിനെയെല്ലാം നിങ്ങളുടെ മൃദുലമായ കൈകൾ നീട്ടി, മൃദുലമെങ്കിലും പണിക്കരുത്തുള്ള കൈകൾ നീട്ടി നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അഭിമാനമുള്ളവരായിട്ട് വളർത്തുക. ആൺ പെൺ വ്യത്യാസമില്ലാതെ മനുഷ്യത്വത്തിൽ അധിഷ്ഠിതരാക്കി വളർത്തിയെടുക്കുക. ഇന്ത്യക്ക് ഒരുപാട് നല്ല മക്കളെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള മക്കളെ വളർത്താൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ. ഇന്ത്യയുടെ കണ്ണുനീർ, ഭൂമിയുടെ കണ്ണുനീർ, കേരളത്തിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ കുടുംബശ്രീയുടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മൃദുലമായ കൈകളാണ്, പണിക്കരുത്തുള്ള കൈകളാണ്. വേല ചെയ്ത് കരുത്തനായി കഴിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മൃദുലമായ കൈകളെ, കുഞ്ഞുങ്ങളെ വളർത്തുന്ന കൈകളെ, ചൂലെടുക്കുന്ന കൈകളെ, എല്ലാ മാലിന്യങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യുന്ന കൈകളെ, കൃഷി ചെയ്യുന്ന കൈകളെ, അതേസമയത്ത് തിരിച്ചടിക്കുന്ന കൈകളെ ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഒരുപാട് ലക്ഷക്കണക്കിന് ആവശ്യത്തിലുള്ള കൈകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിനുള്ള ഭാഗ്യം ഈ രാജ്യത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിമാനിനിയാവുക എന്നൊരൊറ്റ സന്ദേശം മാത്രം നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.